ഹായ് ഓൾ, ഐ എം ദേവിക. ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഹെഡ്ജിങ് ആണ്. മെയിൻലി ഒരു 4 ടൈപ്പ് ഓഫ് ഹെഡ്ജിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഷോർട്ട് ഹെഡ്ജ്, ലോങ് ഹെഡ്ജ്, പെർഫെക്റ്റ് ഹെഡ്ജ്, ഇംപെർഫെക്റ്റ് ഹെഡ്ജ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഷോർട്ട് ഹെഡ്ജ്. ഷോർട്ട് ഹെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് പൊസിഷൻ ഇൻ ഫ്യൂച്ചേഴ്സ് ആണ്. ഷോർട്ട് പൊസിഷൻ ആർക്കാണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൺ ഹൂ സെൽ ദ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ആരാണോ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെൽ ചെയ്യുന്നത് അയാൾക്കാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഷോർട്ട് പൊസിഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഷോർട്ട് പൊസിഷൻ എടുക്കുന്നതിനാണ് ഷോർട്ട് ഹെഡ്ജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർലൈങ് അസറ്റിൽ ലോങ് പൊസിഷനുള്ള ആളായിരിക്കും ഷോർട്ട് ഹെഡ്ജ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അണ്ടർലൈങ് അസറ്റിൽ ലോങ് പൊസിഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കൈവശം ഈ ഒരു അസറ്റ് ഉണ്ടായിരിക്കും, അതായത് അയാൾ ഓണർ ഓഫ് ദി അസറ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൾ അണ്ടർലൈങ് അസറ്റിൽ ലോങ് പൊസിഷനാണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അണ്ടർലൈങ് അസറ്റിൽ ലോങ് പൊസിഷനിൽ നിൽക്കുന്ന ഒരാളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ ഷോർട്ട് ഹെഡ്ജ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അസറ്റിലെ ലോങ് പൊസിഷൻ ഹെഡ്ജ് ചെയ്യാനായിട്ട് ഒരാൾക്ക് ഫ്യൂച്ചർ മാർക്കറ്റിൽ ഷോർട്ട് പൊസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഒരു ഷോർട്ട് ഹെഡ്ജ് എപ്പോഴാണ് അപ്രോപ്രിയേറ്റ് ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹെഡ്ജർ ആൾ ഓൾറെഡി ഒരു അസറ്റ് ഓൺ ചെയ്യുന്നുണ്ട്, അതായത് അസറ്റിൽ എന്താണുള്ളത്, ലോങ് പൊസിഷനാണ് ഉള്ളത് ആൾക്ക്, ആൻഡ് ആളത് ഫ്യൂച്ചർ പീരീഡിൽ എപ്പോഴെങ്കിലും സെല്ല് ചെയ്യാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് ഹെഡ്ജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഇപ്പോൾ അസറ്റ് കയ്യിലില്ല, ബട്ട് ഫ്യൂച്ചർ പീരീഡിൽ എപ്പോഴെങ്കിലും നമ്മൾ ആ ഒരു അസറ്റ് സ്വന്തമാക്കുമെന്ന് ആ ഒരു ഹെഡ്ജർക്ക് അറിയാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷോർട്ട് ഹെഡ്ജ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് ഹെഡ്ജിൽ ഒരു ഹെഡ്ജർ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യുകയാണ് ചെയ്യണത്. അതായത് ഫ്യൂച്ചർ പീരീഡിൽ അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യുന്നു. ഹെഡ്ജർ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ട് പൊസിഷനിൽ ലോസ് ഉണ്ടാവും. ബട്ട് ഈ ലോസ് ഷോർട്ട് ഫ്യൂച്ചർ പൊസിഷനിലൂടെ അച്ചീവ് ചെയ്യുന്ന ഗെയിൻ കൊണ്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഗെയിൻ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾക്ക് പ്രീഡിറ്റർമിൻ പ്രൈസിന് അണ്ടർലൈങ് അസറ്റ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീഡിറ്റർമിൻ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യില്ലേ, ആ ഒരു പ്രൈസാണ് ഇവിടുത്തെ പ്രീഡിറ്റർമിൻ പ്രൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്തായിട്ട് നിൽക്കുകയാണ്, കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു പ്രീഡിറ്റർമിൻ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഗെയിൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ പൊസിഷനിൽ ഉണ്ടായിട്ടുള്ള ഗെയിൻ വെച്ചിട്ട് നമുക്ക് സ്പോട്ട് പൊസിഷനിൽ ഉണ്ടായിട്ടുള്ള ലോസിനെ ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഹെഡ്ജർ എക്സ്പെക്റ്റ് ചെയ്ത പോലെ മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞില്ല, പകരം ഇൻക്രീസ് ചെയ്യാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ സ്പോട്ട് പൊസിഷനിൽ ഗെയിൻ ഉണ്ടാവുകയും ഫ്യൂച്ചർ പൊസിഷനിൽ ലോസ് ഉണ്ടാവുകയാണ് ചെയ്യുക. പക്ഷേ ആ ഒരു ഫ്യൂച്ചർ പൊസിഷനിൽ വരുന്ന ലോസ് നമുക്ക് സ്പോട്ട് പൊസിഷനിൽ ഉണ്ടായിട്ടുള്ള ഗെയിൻ വെച്ചിട്ട് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ലോസ് ആയാലും ഗെയിൻ ആയാലും അത് ഫ്യൂച്ചർ പൊസിഷനിലാണെങ്കിലും സ്പോട്ട് പൊസിഷനിലാണെങ്കിലും ഈക്വൽ ആയിരിക്കും, സെയിം എമൗണ്ട് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അവിടെ നോ പ്രോഫിറ്റ് നോ ലോസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡർക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിന് ഒരു അസറ്റ് ഫ്യൂച്ചർ പീരീഡിൽ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഷോർട്ട് ഹെഡ്ജ് വളരെ സ്യൂട്ടബിൾ ആണെന്ന് പറയാം. ഷോർട്ട് ഹെഡ്ജിൻ്റെ ഒരു എക്സാമ്പിളാണ് നെക്സ്റ്റ് പറയുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കൺസിഡർ എ ഷുഗർ മിൽ ഇൻ UP. It is expected to produce 100 million ton of sugar in the month of April. The current price today, the month of February, is rupees 25 per kg. April futures contract in sugar due on 20th April is trading at rupees 28 per kg. The sugar mill expects that the price lesser than rupees 28 per kg will prevail in April due to the excessive supply then. How can the sugar mill hedge its position against the anticipated decline in sugar price in April? അതായത് UP ഒരു ഷുഗർ മില്ലാണ്. ഏപ്രിൽ മാസത്തിൽ അവർ 100 million ton ഓഫ് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ടുഡേ ഈസ് rupees 25 per kg ആണ്. അതായത് ഇപ്പോഴത്തെ മാസം എന്ന് പറയുന്നത് ഫെബ്രുവരിയാണ്. ആ ഒരു മാസത്തിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 25 per kg ആണ്. ഏപ്രിലേക്ക് വേണ്ടിയിട്ട് അവർ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഷുഗറാണ്. ആൻഡ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് 20th ഏപ്രിലും ട്രേഡ് ചെയ്യണത് rupees 28 per kgക്കാണ്. ഷുഗർ മില്ല് എക്സ്പെക്റ്റ് ചെയ്യാണ് അവർ ഫിക്സ് ചെയ്തിട്ടുള്ള 28 എന്നുള്ള പ്രൈസ് ഏപ്രിലാകുമ്പോൾ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുള്ള കാരണം അവർ പറയുന്നുണ്ട്, ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന എക്സസീവ് സപ്ലൈ ആണ് ഈ ഒരു പ്രൈസ് കുറയ്ക്കാനായിട്ടുള്ള കാരണം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറയാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏപ്രിലിൽ ഷുഗർ പ്രൈസിൽ ഉണ്ടാകുന്ന എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കുറവിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ പൊസിഷൻ എങ്ങനെയാണ് ഷുഗർ മില്ല് ഹെഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹെഡ്ജിങ് സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ആ ഒരു
ഷുഗർ മില്ല് അവർക്ക് ഇപ്പോൾ ഉള്ള പൊസിഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൊസിഷനായിരിക്കണം ഫ്യൂച്ചർ മാർക്കറ്റിൽ എടുക്കേണ്ടത്. അതായത് ഷുഗർ മില്ല് ഏപ്രിൽ ആകുമ്പോൾ ലോങ് പൊസിഷനിലാണ് ഉണ്ടാവുക. കാരണം എന്താണ്, അവരുടെ കയ്യിൽ അതിൻ്റെ അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള ഷുഗർ ആ സമയത്ത് കൈവശം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അണ്ടർലൈങ് അസറ്റിൽ അവർക്ക് ലോങ് പൊസിഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഫ്യൂച്ചർ മാർക്കറ്റിൽ ഷോർട്ട് പൊസിഷനാണ് അവിടെ എടുക്കേണ്ടതായിട്ടുള്ളത്. അതായത് അവർക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇന്ന് സെല്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെല്ല് ചെയ്യേണ്ട കോൺട്രാക്റ്റുകളുടെ എണ്ണം ഫിസിക്കൽ അസറ്റിലെ എക്സ്പോഷറിനെയും ഒരാൾ കവർ ചെയ്യേണ്ട വാല്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 100% കവർ ചെയ്യണമെന്ന് ഡിസൈർ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോൺട്രാക്റ്റ് ടു ബി സോൾഡ് എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഷുഗറിൻ്റെ ഓരോ കോൺട്രാക്റ്റും 10 MT ആണെന്നുള്ളത് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോൺട്രാക്റ്റ് ടു ബി സോൾഡ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അതായത് 100 MT ഡിവൈഡഡ് ബൈ 10 MT ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും നമുക്ക് കിട്ടുക. ഷുഗർ മില്ല് ഫെബ്രുവരിയിൽ ഷോർട്ട് പൊസിഷനിലായിരിക്കും പോകണ്ടായിരിക്കാം. ഏപ്രിൽ മുമ്പ്, അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എക്സ്പയർ ആവുന്നതിനെക്കാട്ടും മുൻപായിട്ട് പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ മില്ല് ഫ്യൂച്ചർ മാർക്കറ്റിലെ പൊസിഷനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ബൈ ചെയ്യും. അണ്ടർലൈങ് അസറ്റ് അതായത് ഷുഗർ സ്പോട്ട് മാർക്കറ്റിൽ സെല്ല് ചെയ്യുകയും ചെയ്യും. ഷുഗർ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്തിട്ടുള്ള രണ്ട് സിറ്റുവേഷനിൽ ഷുഗർ മില്ല് റിയലൈസ് ചെയ്തിട്ടുള്ള പ്രൈസ് എങ്ങനെയാണെന്നുള്ളത് വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഫസ്റ്റ് സിറ്റുവേഷനാണ് വെൻ ദ പ്രൈസ് ഫോൾസ് ടു ₹25 per kg. അതായത് ഷുഗർ പ്രൈസ് എന്ത് ചെയ്യാണ്, കുറയുകയാണ് ചെയ്യണത്. 25 രൂപയ്ക്ക് കുറഞ്ഞു. നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് ₹28 ആൻഡ് ഫ്യൂച്ചർ മാർക്കറ്റിൽ സോൾഡ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഇൻ ഫെബ്രുവരിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല് ചെയ്യുന്നുണ്ട് 28 രൂപയ്ക്ക്. ബോട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇൻ ഏപ്രിൽ ₹25. അതായത് ₹28 സെല് ചെയ്ത സാധനം ₹25 നമ്മൾ പർച്ചേസ് ചെയ്യണത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു ഗെയിൻ ഉണ്ട്, 3 രൂപയുടെ ഗെയിൻ ഉണ്ട്. അപ്പോൾ അത് ഫ്യൂച്ചർ മാർക്കറ്റിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ പൊസിഷനിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഗെയിനാണ്. ഇനി പ്രൈസ് റിയലൈസ്ഡ് ഇൻ ദ സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് ₹25 ഉള്ളൂ. പക്ഷേ നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട്, ₹28 ആണ് എഫക്റ്റീവ് പ്രൈസ് റിയലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 25 ഉള്ള സാധനത്തിന് 28 നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്, 3 രൂപ ലോസ് വരുന്നുണ്ട്. അതാണ് നമുക്ക് സ്പോട്ട് പൊസിഷനിൽ ഉണ്ടായിട്ടുള്ള ലോസ് എന്ന് പറയുന്നത്. ഈ സ്പോട്ട് പൊസിഷനിൽ ഉണ്ടായിട്ടുള്ള ലോസ് ഫ്യൂച്ചർ പൊസിഷനിൽ ഉണ്ടായിട്ടുള്ള ഗെയിൻ വെച്ചിട്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് സിറ്റുവേഷൻ വരുന്നത് വെൻ ദ പ്രൈസ് റൈസസ് ടു ₹29 per kg. ഷുഗർ പ്രൈസ് ₹29 ആയിട്ട് ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ മാർക്കറ്റിൽ സോൾഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇൻ ഫെബ്രുവരി ₹28 നമ്മൾ എന്ത് ചെയ്തു, സെല്ല് ചെയ്തു. ബോട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇൻ ഏപ്രിൽ ₹28 നമ്മൾ സെല്ല് ചെയ്തത്. പക്ഷേ പർച്ചേസ് ചെയ്യണത് ₹29. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ലോസ് ഉണ്ട് അല്ലേ. പ്രൈസ് റിയലൈസ്ഡ് ഇൻ ദ സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് 29 ആണ്. എഫക്റ്റീവ് പ്രൈസ് റിയലൈസ്ഡ് എന്ന് പറയുന്നത് 28 ആണ്. 29 ഉള്ള സാധനം നമ്മൾക്ക് ₹28 കൊടുത്തിട്ട് മേടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തുണ്ട്, അവിടെ ഒരു ഗെയിൻ ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചർ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ പൊസിഷനിൽ ഉണ്ടായിട്ടുള്ള ലോസ് സ്പോട്ട് പൊസിഷനിൽ ഉണ്ടായിട്ടുള്ള ഗെയിൻ വെച്ചിട്ട് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ഷോർട്ട് ഹെഡ്ജിങ് സ്ട്രാറ്റജീൻ്റെ ഫീച്ചേഴ്സാണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൈസസ് എക്സ്പെക്റ്റഡ് ടു ഫോൾ. അതായത് പ്രൈസ് ഫോൾ ചെയ്യുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യണത് അവിടെ. സോ പ്രൈസ് ഫോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന റിസ്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷനാണ് എന്ത് ചെയ്യണത്, ഈ ഷോർട്ട് ഹെഡ്ജിങ് സ്ട്രാറ്റജിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് നോ ഡൗൺ സൈഡ് റിസ്ക്. അതായത് ഡൗൺ സൈഡ് റിസ്ക് ഇല്ല. കാരണം എന്താണ്, ഈ ഒരു സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോളിംഗ് മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. തേർഡ് പോയിന്റ് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പൊസിഷനിൽ ഉണ്ടാകുന്ന ലോസിന് സ്പോട്ട് പൊസിഷനിൽ ഉണ്ടാകുന്ന ഗെയിൻ കൊണ്ട് ഓഫ്സെറ്റ് ചെയ്യുന്നു. ഇൻ കേസ് പ്രൈസ് ഡിക്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്പോട്ട് പൊസിഷനിൽ ഉണ്ടാകുന്ന ലോസിന് ഫ്യൂച്ചർ പൊസിഷനിൽ ഉണ്ടാകുന്ന ഗെയിൻ വെച്ചിട്ട് ഓഫ്സെറ്റ് ചെയ്യുന്നു. അതായത് അവിടെ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. രണ്ടിലും ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഉണ്ടാവുന്നത് സെയിം എമൗണ്ടിലായിരിക്കും. ഒന്നിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഒന്നിലുണ്ടാകുന്ന ലോസിനെ നമ്മൾ മറ്റേലുണ്ടാകുന്ന പ്രോഫിറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓഫ്സെറ്റ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ അവിടെ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. ഇത്രയാണ് ഷോർട്ട് ഹെഡ്ജിങ് സ്ട്രാറ്റജീൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ലോങ് ഹെഡ്ജ്. ലോങ് ഹെഡ്ജ് എന്ന് പറയുന്നത് ഷോർട്ട് ഹെഡ്ജിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഫ്യൂച്ചറിൽ ലോങ് പൊസിഷൻ ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് ലോങ് ഹെഡ്ജ് എന്ന് പറയുന്നത്. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൺ ഹൂ ബൈ ദ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ആരാണോ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ബൈ ചെയ്യണത് അയാൾക്കായിരിക്കും ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ലോങ് പൊസിഷൻ ഉണ്ടായിരിക്കുക. അണ്ടർലൈങ് അസറ്റിൽ ഷോർട്ട് പൊസിഷനിലുള്ള ആളായിരിക്കും ലോങ് ഹെഡ്ജ് യൂസ് ചെയ്യാനുണ്ടായിരിക്കുക. അണ്ടർലൈങ് അസറ്റിൽ ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ കൈവശം അസറ്റ് ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരിക്കും എന്ത് ഉണ്ടായിരിക്കുക, ലോങ് ഹെഡ്ജ് യൂസ് ചെയ്യാനുണ്ടായിരിക്കുക. ഒരു ലോങ് ഹെഡ്ജിൽ ഹെഡ്ജർ ഫ്യൂച്ചർ പീരീഡിൽ അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ബൈ ചെയ്യുകയാണ് ചെയ്യണത്.
ഹെഡ്ജർ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ജർക്ക് അണ്ടർലൈങ് അസറ്റ് ഒരു ലോവർ പ്രൈസിന് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എഗ്രി ചെയ്തിട്ടുള്ള ആ ഒരു പ്രീഡിറ്റർമിൻ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സ്പോട്ട് പ്രൈസിനെക്കാട്ടും കുറവായിരിക്കും. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രൈസിനെക്കാട്ടും കുറഞ്ഞ പ്രൈസിന് ആ ഒരു സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്പെക്റ്റ് ചെയ്ത പോലെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ട് പൊസിഷനിൽ ലോസ് ഉണ്ടാവും. ബട്ട് ഈ ലോസ് ലോങ് ഫ്യൂച്ചർ പൊസിഷനിലുണ്ടാകുന്ന ഗെയിനിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗെയിൻ എങ്ങനെയാണ് അറൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സ്പോട്ട് പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എഗ്രി ചെയ്തിട്ടുള്ള പ്രീഡിറ്റർമിൻ പ്രൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്, ഒരു ഗെയിൻ ഉണ്ടാവും. ആ ഒരു ഗെയിൻ വെച്ചിട്ട് സ്പോട്ട് പൊസിഷനിൽ ഉണ്ടായിട്ടുള്ള ലോസിനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇൻ കേസ് ഹെഡ്ജർ എക്സ്പെക്റ്റ് ചെയ്ത പോലെ പ്രൈസ് ഇൻക്രീസ് ചെയ്തില്ല, പ്രൈസ് ഫോൾ ചെയ്യുകയാണ് ചെയ്തെന്നുണ്ടെങ്കിൽ സ്പോട്ട് പൊസിഷനിൽ ഗെയിനും ഫ്യൂച്ചർ പൊസിഷനിൽ ലോസുമാണ് ഉണ്ടാവുക. അപ്പം ഈ ഗെയിൻ വെച്ചിട്ട് സ്പോട്ട് പൊസിഷനിലുള്ള ഈ ഗെയിൻ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചർ പൊസിഷനിൽ ഉണ്ടായിട്ടുള്ള ലോസിനെ ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡർക്ക് ഫ്യൂച്ചർ പീരീഡിൽ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസിന് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോങ് ഹെഡ്ജ് സ്യൂട്ടബിൾ ആണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഈ ലോങ് ഹെഡ്ജിൻ്റെ ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിളിൽ പറയുന്നത് ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റ് ആണ്. അതിന് 3 മന്ത്സിനുള്ളിൽ 10,000 ബാരൽസ് ഓഫ് ഓയിൽ പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രൈസിലുണ്ടാകുന്ന ഇൻക്രീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഹെഡ്ജ് ചെയ്യാനായിട്ട് ആ പ്ലാന്റിന് ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ലോങ് പൊസിഷനിലാണ് പോവേണ്ടത്. സ്പോട്ട് പ്രൈസ് ഓഫ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ₹2,050 പെർ ബാരലാണ്. എന്നാൽ 3 മന്ത്സിൽ എക്സ്പയർ ആവുന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഇത് സെല്ല് ചെയ്യുന്നത് 2,300 പെർ ബാരൽ വെച്ചിട്ടാണ്. അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലുള്ള പ്രൈസ് എന്ന് പറയുന്നത് 2,300 ആണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ലോങ് പൊസിഷനിൽ പോകുന്നതിലൂടെ ഈ പെട്രോൾ കെമിക്കൽ പ്ലാന്റിന് 2,300 പെർ ബാരൽ വെച്ചിട്ട് പ്രൊക്യൂർമെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. 100 ബാരൽസ് ഉള്ള ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ സൈസ് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 ബാരൽസ് ഉള്ള എക്സ്പോഷർ കവർ ചെയ്യാനായിട്ട് ഒരു ഫേമിന് 100 ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് 10,000 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 100. 3 മന്ത്സിന് ശേഷം പെർ ബാരലിന് 2,500 ആയിട്ട് പ്രൈസ് കൂടുന്നതും 1,900 ആയിട്ട് പ്രൈസ് കുറയുന്നതായിട്ടുള്ള 2 സിറ്റുവേഷൻസിൽ കൊടുക്കേണ്ടി വരുന്ന പ്രൈസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ 1,900 ആയിട്ട് പ്രൈസ് കുറയണതും സെക്കൻഡ് എമൗണ്ട് കോളത്തിൽ 2,500 ആയിട്ട് പ്രൈസ് കൂടുന്നതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് ആക്ച്വൽ പർച്ചേസ് പ്രൈസ്. ഫസ്റ്റ് കോളത്തിൽ 1,900, സെക്കൻഡ് കോളത്തിൽ 2,500. ഗെയിൻ ഓർ ലോസ് ഓൺ ഫ്യൂച്ചേഴ്സ്. ബോട്ട് ഫ്യൂച്ചേഴ്സ് അറ്റ് ₹2,300. രണ്ടിലും 2,300 ആണ് വരുന്നത്. കാരണം ഫ്യൂച്ചർ നമ്മൾ പർച്ചേസ് ചെയ്യണത് 2,300 കൊടുത്തിട്ടാണ്. സോൾഡ് ഫ്യൂച്ചേഴ്സ് അറ്റ് ഫസ്റ്റ് കോളത്തിൽ 1,900ഉം സെക്കൻഡ് കോളത്തിൽ 2,500 ആണ്. അതിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് കോളത്തിൽ 400 ലോസും സെക്കൻഡ് കോളത്തിൽ 200 ഗെയിൻ ആണുള്ളത്. എഫക്റ്റീവ് പ്രൈസ് റുപ്പീസ് പെർ ബാരൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,300 ആണ് രണ്ട് കോളത്തിലും വരുന്നത്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് 2,300 ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ പൊസിഷനിൽ ഉണ്ടാകുന്ന ലോസ് ഫ്യൂച്ചർ പൊസിഷനിൽ ഉണ്ടാകുന്ന ഗെയിൻ വെച്ചിട്ട് ഓഫ്സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫ്യൂച്ചർ പൊസിഷനിൽ ഉണ്ടാകുന്ന ലോസ് ഫിസിക്കൽ പൊസിഷനിൽ ഉണ്ടാകുന്ന ഗെയിൻ വെച്ചിട്ട് ഓഫ്സെറ്റ് ചെയ്യുകയും ചെയ്യാനായിട്ട് സാധിക്കും. ലോങ് ഹെഡ്ജിങ് സ്ട്രാറ്റജീൻ്റെ ഫീച്ചേഴ്സാണ് നെക്സ്റ്റ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൈസസ് ആർ എക്സ്പെക്റ്റഡ് ടു റൈസ്. പ്രൈസ് റൈസ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് നോ അപ്സൈഡ് റിസ്ക്. അതായത് ഇവിടെ എന്തില്ല, അപ്സൈഡ് റിസ്ക് ഇല്ല. കാരണം ഈ സ്ട്രാറ്റജീൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് റൈസിങ് മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. തേർഡ് പോയിന്റ് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ സ്പോട്ട് പൊസിഷനിൽ ഉണ്ടാകുന്ന ലോസ് ഫ്യൂച്ചർ പൊസിഷനിൽ ഉണ്ടാകുന്ന ഗെയിൻ കൊണ്ട് ഓഫ്സെറ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻ കേസ് പ്രൈസ് ഫോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ട് പൊസിഷനിൽ ഉണ്ടാകുന്ന ഗെയിന് ഫ്യൂച്ചർ പൊസിഷനിൽ ഉണ്ടാകുന്ന ലോസ് കൊണ്ട് ഓഫ്സെറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. സോ ദർ ഈസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. നെക്സ്റ്റ് പറയുന്നത് തേർഡ് ടൈപ്പ് ഓഫ് ഹെഡ്ജിങ് ആണ് പെർഫെക്റ്റ് ഹെഡ്ജ്. റിസ്കിനെ മുഴുവനായിട്ടും എലിമിനേറ്റ് ചെയ്യുന്ന പൊസിഷനെയാണ് പെർഫെക്റ്റ് ഹെഡ്ജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മോഡിറ്റീസിൻ്റെ മുകളിലുള്ള മിക്ക ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളും പ്രൈസ് റിസ്ക് മാത്രമാണ് പെർഫെക്റ്റ്ലി എലിമിനേറ്റ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി റിസ്ക് അല്ല. ക്വാണ്ടിറ്റി റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഫ്യൂച്ചർ ഡേറ്റിൽ പർച്ചേസ് ചെയ്യുന്നതോ സെല്ല് ചെയ്യുന്നതോ ആയിട്ടുള്ള ക്വാണ്ടിറ്റിനെ കുറിച്ചിട്ടുള്ള അൺസർട്ടനിറ്റിയാണ് ക്വാണ്ടിറ്റി റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മോഡിറ്റീൻ്റെ മുകളിലുള്ള മിക്ക ഫ്യൂച്ചർ കോൺട്രാക്റ്റിലും പ്രൈസ് റിസ്കിനെയാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈസ് റിസ്കിനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റി റിസ്കിനെ അല്ല. ഒരു പെർഫെക്റ്റ് ഹെഡ്ജിൽ ഹെഡ്ജ് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ഗെയിനോ ലോസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ പ്രൈസിലുണ്ടാകുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചേഞ്ച് കൊണ്ട് ഓഫ്സെറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ മാർക്കറ്റിലെയും ഫിസിക്കൽ മാർക്കറ്റിലെയും ഗെയിനും ലോസൊക്കെ എക്സാക്റ്റ് ഓഫ്സെറ്റിന് കാരണമാകുന്ന ഹെഡ്ജിങ് സ്ട്രാറ്റജീനാണ് പെർഫെക്റ്റ് ഹെഡ്ജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഹെഡ്ജിങ് ആണ് ഇംപെർഫെക്റ്റ് ഹെഡ്ജ്.
ഹെഡ്ജിങ് എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആകണമെന്നില്ല. ഫ്യൂച്ചേഴ്സിലുണ്ടാകുന്ന ഗെയിൻസോ ലോസസോ ഒക്കെ ഫിസിക്കൽ മാർക്കറ്റിലുണ്ടാകുന്ന ഗെയിൻസിനെയോ ലോസസിനെയൊക്കെ എക്സാക്ട്ലി ഓഫ്സെറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഹെഡ്ജിങ്ങിനെയാണ് നമ്മൾ ഇംപെർഫെക്റ്റ് ഹെഡ്ജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫ്യൂച്ചർ ട്രേഡിങ്ങിലൂടെ അറൈസ് ചെയ്യുന്ന ഗെയിനും ഫിസിക്കൽ മാർക്കറ്റിൽ അറൈസ് ചെയ്തിട്ടുള്ള ലോസിനെ ഫുള്ളി കവർ ചെയ്യാനായിട്ട് സഫീഷ്യൻ്റ് ആകണമെന്നില്ല. അത്തരം ഹെഡ്ജിങ്ങിനാണ് ഇംപെർഫെക്റ്റ് ഹെഡ്ജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഈ ഇംപെർഫെക്റ്റ് ഹെഡ്ജ് ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങളാണ്. അതിൽ 3 കാരണങ്ങളാണ് മെയിൻലി പറയുന്നത്. അസറ്റ് മിസ്മാച്ച്, മെച്യൂരിറ്റി മിസ്മാച്ച്, മിസ്മാച്ച് ബൈ ക്വാണ്ടിറ്റീസ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസറ്റ് മിസ്മാച്ച് ആണ്. അസറ്റ് മിസ്മാച്ച് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ അണ്ടർലൈങ് അസറ്റിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട് ഒരു ഫേം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് സിമിലർ സ്പെസിഫിക്കേഷനിലുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളൊന്നും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിലാണ് അസറ്റ് മിസ്മാച്ച് ഉണ്ടാകുന്നത്. സെക്കൻഡ് വണ്ണാണ് മെച്യൂരിറ്റി മിസ്മാച്ച്. ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ഡെലിവറി ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഹെഡ്ജ് ചെയ്യാനായിട്ട് എക്സാക്ട് മാച്ചിങ് പീരീഡ് അച്ചീവ് ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് വണ്ണാണ് മിസ്മാച്ച് ബൈ ക്വാണ്ടിറ്റീസ്. ഹെഡ്ജ് ചെയ്യേണ്ട അസറ്റിൻ്റെ എക്സാക്ട് ക്വാണ്ടിറ്റി കവർ ചെയ്യാനുള്ള ഇന്നബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസ്മാച്ച് ബൈ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും റീസൺസാണ് ഇംപെർഫെക്റ്റ് ഹെഡ്ജ് ഉണ്ടാവാനായിട്ടുള്ള കാരണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസറ്റ് മിസ്മാച്ച്, സെക്കൻഡ് വൺ മെച്യൂരിറ്റി മിസ്മാച്ച്, തേർഡ് വൺ മിസ്മാച്ച് ബൈ ക്വാണ്ടിറ്റീസ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിസ്ക് ഇൻ ഹെഡ്ജിങ്, ബേസിസ് റിസ്ക്. നമ്മൾ യൂസ് ചെയ്യുന്ന കോൺട്രാക്റ്റിലെ ഫ്യൂച്ചർ പ്രൈസും അതുപോലെ തന്നെ ഹെഡ്ജ് ചെയ്യേണ്ട അസറ്റിൻ്റെ സ്പോട്ട് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ബേസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബേസിസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിസിലുണ്ടാകുന്ന അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസിൻ്റെ ഫലമായിട്ട് ഹെഡ്ജേഴ്സ് ഫേസ് ചെയ്യുന്ന റിസ്ക്കാണ് ബേസിസ് റിസ്ക് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും തമ്മിൽ സ്പ്രെഡിലുണ്ടാകുന്ന അൺസർട്ടൻ മൂവ്മെൻറ്റ്സ് ആണ് ഇത്തരം റിസ്കിന് കാരണമാകുന്നത്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഹെഡ്ജിങ്ങിൽ ബേസിസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബേസിസ് ഇസ് ഈക്വൽ to spot price of the asset to be hedged minus future price of the contract used. ഹെഡ്ജ് ചെയ്യേണ്ട അസറ്റും ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ അണ്ടർലൈങ് അസറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റിലെ ബേസിസ് 0 ആയിരിക്കും. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റിൽ ഫ്യൂച്ചർ പ്രൈസിൽ നിന്നും ഡിഫറൻ്റ് ആണ് സ്പോട്ട് പ്രൈസ് എന്നുണ്ടെങ്കിൽ അവിടെ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നത്, ബേസിസ് 0 ആവുന്നത്. എന്നിരുന്നാലും ഹെഡ്ജ് ചെയ്യേണ്ട അസറ്റ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിലെ അണ്ടർലൈങ് അസറ്റിൽ നിന്ന് ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റിലെ ബേസിസ് ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. കാരണം നമ്മളവിടെ കമ്പയർ ചെയ്യുന്നത് ഒരു അസറ്റിൻ്റെ സ്പോട്ട് പ്രൈസും മറ്റൊരു അസറ്റിൻ്റെ ഫ്യൂച്ചർ പ്രൈസും വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ബേസിസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും വരിക. ഫ്യൂച്ചേഴ്സിൻ്റെ എക്സ്പയറി ഡേറ്റ് അല്ലാത്ത ടൈംസിൽ ബേസിസ് ഒന്നെങ്കിൽ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയിരിക്കും. ഇപ്പോൾ അണ്ടർലൈങ് അസറ്റ് ഒരു സ്റ്റോക്ക് ഇൻഡെക്സോ ലോ ഇൻട്രസ്റ്റ് റേറ്റ് കറൻസിയോ ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്രൈസ് പൊതുവേ സ്പോട്ട് പ്രൈസിനെക്കാട്ടും കൂടുതലായിരിക്കും ആൻഡ് ബേസിസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും വരിക. ബട്ട് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കറൻസി ആൻഡ് മെനി കമ്മോഡിറ്റീസ് ആണ് അണ്ടർലൈങ് അസറ്റ് എന്നുണ്ടെങ്കിൽ സ്പോട്ട് പ്രൈസ് പൊതുവെ ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടും കൂടുതലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക ആൻഡ് ബേസിസ് പോസിറ്റീവ് ആയിരിക്കുകയും ചെയ്യും. ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടും കൂടുതലായിട്ട് സ്പോട്ട് പ്രൈസ് വരുന്ന ടൈമിൽ ബേസിസും ഇൻക്രീസ് ചെയ്യും. ഇതിനെ നമ്മൾ സ്ട്രെങ്തനിങ് ഓഫ് ബേസിസ് എന്നാണ് പറയുക. ഫ്യൂച്ചർ പ്രൈസ് സ്പോട്ട് പ്രൈസിനേക്കാളും ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിസ് ഡിക്ലൈൻ ചെയ്യും. ഇതിനെ നമ്മൾ വീക്കനിങ് ഓഫ് ബേസിസ് എന്നാണ് പറയുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്രൈസിലും സ്പോട്ട് പ്രൈസിലും ഡിഫറൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിനെയാണ് ബേസിസ് റിസ്ക് എന്ന് പറയുന്നത്. ഹെഡ്ജിങ്ങിൽ ഇംപെർഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു സോഴ്സാണിതെന്ന് പറയാം. സ്റ്റോക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും കറൻസി ഫ്യൂച്ചേഴ്സും ഗോൾഡ്, സിൽവർ തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റിന് ബേസിസ് റിസ്ക് കമ്മോഡിറ്റീസിനുള്ളതിനേക്കാളും കുറവാണ്. ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റിന് വരുന്ന ബേസിസ് റിസ്ക് മെയിൻലി അറൈസ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ലെവലിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റിയിൽ നിന്നാണ്. ബട്ട് ഫോർ കമ്മോഡിറ്റീസ് ബേസിസ് റിസ്ക് അറൈസ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ വരുന്ന ഇംബാലൻസിൻ്റെ ഫലമായിട്ടും സ്റ്റോറേജ് കോസ്റ്റിൽ നിന്നുമാണ്. അതുകൊണ്ടാണ് കമ്മോഡിറ്റീസിന് ബേസിസ് റിസ്ക് കൂടുതലായിട്ടുള്ളത്. ബേസിസ് റിസ്ക് അറൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസാണ് നെക്സ്റ്റ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പോയിന്റിൽ പറയണത് ഹെഡ്ജ് ചെയ്തിട്ടുള്ള അസറ്റ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ അണ്ടർലൈങ് അസറ്റിൽ നിന്ന് ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, ബേസിസ് റിസ്ക് റേസ് ചെയ്യും. സെക്കൻഡ് വൺ പറയണത് ഹെഡ്ജ് ക്ലോസ് ഔട്ട് ചെയ്യേണ്ട ഡേറ്റ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിലെ ഡെലിവറി ഡേറ്റിൽ നിന്ന് ഡിഫറൻ്റ് ആകുമ്പോൾ ഇതേപോലെ ബേസിസ് റിസ്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. തേർഡ് വൺ പറയണത് ഹെഡ്ജ് ചെയ്തിരിക്കുന്ന അസറ്റിൻ്റെ എമൗണ്ട് ഹെഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ കോൺട്രാക്ട് സൈസിൻ്റെ ഇൻറ്റിജർ മൾട്ടിപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ബേസിസ് റിസ്ക് അറൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ബേസിസ് റിസ്ക് അറൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഹെഡ്ജ് ഫ്യൂച്ചേഴ്സ്. ഇതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഹെഡ്ജിങ്ങിനെ പെർഫെക്റ്റ് ആക്കുന്ന 3 ടൈപ്പ് ഓഫ് ഹെഡ്ജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡെൽറ്റ ഹെഡ്ജ്. അതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിൽ എന്തെങ്കിലും മിസ്മാച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഫ്യൂച്ചർ ഹെഡ്ജിങ്ങിന് ഡെൽറ്റ ഹെഡ്ജ് എന്നാണ് പറയുക. ഡെൽറ്റ ഹെഡ്ജിലൂടെ അതിനെ പെർഫെക്റ്റ് ആക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ പറയുന്നത് ക്രോസ് ഹെഡ്ജ്. മെച്യൂരിറ്റി മാച്ച് ചെയ്യുന്നുണ്ട്, ബട്ട് ഫ്യൂച്ചറിൻ്റെ സൈസ് മാച്ച് ചെയ്യുന്നില്ല. അതായത് എസ്പെഷ്യലി കറൻസി ഫ്യൂച്ചറിലൊക്കെ എന്ത് ചെയ്യുന്നു, സൈസ് മാച്ച് ചെയ്യുന്നില്ല, ബട്ട് മെച്യൂരിറ്റി മാച്ച് ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഹെഡ്ജിന് ഈ ക്രോസ് ഹെഡ്ജിലൂടെ പെർഫെക്റ്റ് ആക്കാനായിട്ട് പറ്റും. തേർഡ് വൺ പറയുന്നത് ഡെൽറ്റ ക്രോസ് ഹെഡ്ജ്. ഇതെപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ മെച്യൂരിറ്റിയിലും സൈസിലും മിസ്മാച്ച് ഉണ്ടാവുന്നത്, അതായത് രണ്ടിലും മിസ്മാച്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ ഡെൽറ്റ ക്രോസ് ഹെഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പം 3 ഹെഡ്ജാണ് പറഞ്ഞത്: ഡെൽറ്റ ഹെഡ്ജ്, ക്രോസ് ഹെഡ്ജ്, ഡെൽറ്റ ക്രോസ് ഹെഡ്ജ്. ഈ 3 യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഹെഡ്ജിനെ പെർഫെക്റ്റ് ആക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ഹെഡ്ജ് റേഷ്യോ. സ്പോട്ട് മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ എക്സ്പോഷറിനെ ഹെഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എടുത്ത പൊസിഷൻ്റെ സൈസും എക്സ്പോഷറിൻ്റെ സൈസും തമ്മിലുള്ള റേഷ്യോ ആണ് ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത്. സൈസ് ഓഫ് ദി എക്സ്പോഷർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷനാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. സൈസ് ഓഫ് ദി എക്സ്പോഷർ ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ദി അസറ്റ് എക്സ്പോസ്ഡ് ഇൻ ടു സ്പോട്ട് പ്രൈസ് ഓഫ് ദി അസറ്റ് എക്സ്പോസ്ഡ്. സൈസ് ഓഫ് പൊസിഷൻ ടേക്കൺ ഇൻ ഫ്യൂച്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് നെക്സ്റ്റ് പറയുന്നത്. സൈസ് ഓഫ് പൊസിഷൻ ഇൻ ഫ്യൂച്ചേഴ്സ് ഇസ് ഈക്വൽ ടു കോൺട്രാക്ട് സൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. അതിന് ഇക്വേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഹെഡ്ജ് റേഷ്യോ ഇസ് ഈക്വൽ ടു QF ഡിവൈഡഡ് ബൈ QS. QF എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ദി അസറ്റ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫ്യൂച്ചർ പൊസിഷൻ. അതായത് ഫ്യൂച്ചർ പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അസറ്റിൻ്റെ ക്വാണ്ടിറ്റി. QS എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ദി സ്പോട്ട് അസറ്റ് ദാറ്റ് ഈസ് ബീങ് ഹെഡ്ജ് ചെയ്തിട്ടുള്ള സ്പോട്ട് അസറ്റിൻ്റെ ക്വാണ്ടിറ്റി. അതായത് സ്പോട്ട് പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അസറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് എന്ത് പറയുന്നത്, QSൽ വരുന്നത്. ഇനി പറയുന്നത് ഹെഡ്ജ് റേഷ്യോൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എക്സാമ്പിൾ 7. ലോങ് പൊസിഷൻ ഇൻ സ്പോട്ട് എന്ന് പറയുന്നത് 10,000 കിലോ സിൽവറാണ്. ലോങ് പൊസിഷൻ ഇൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത് 7,500 കിലോ സിൽവറാണ്. കാൽക്കുലേറ്റ് ഹെഡ്ജ് റേഷ്യോ. ഹെഡ്ജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സൊല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ജ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹെഡ്ജ് റേഷ്യോ ഇസ് ഈക്വൽ ടു QF ഡിവൈഡഡ് ബൈ QS ഇസ് ഈക്വൽ ടു 7,500 ഡിവൈഡഡ് ബൈ 10,000. 7,500 എന്ന് പറയുന്നത് ഫ്യൂച്ചർ പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അസറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് 10,000 എന്ന് പറയുന്നത് നമ്മുടെ സ്പോട്ട് പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അസറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ 7,500 ഡിവൈഡഡ് ബൈ 10,000 ഇസ് ഈക്വൽ ടു 0.75. അതാണ് നമുക്ക് എന്ത് വരിക, ആൻസർ ആയിട്ട് വരിക. അതാണ് ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത്, 0.75. അപ്പോൾ ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.